മലിനീകരണം കുറയ്ക്കുന്നതിന്റെ ഭാഗമായി പൊല്യൂഷൻ അണ്ടർ കൺട്രോൾ സർട്ടിഫിക്കറ്റ്സ് ഇല്ലാത്ത വാഹനങ്ങൾക്ക് ഡൽഹിയിലെ പെട്രോൾ പമ്പുകളിൽ നിന്ന് ഏപ്രിൽ 1 മുതൽ ഇനി ഇന്ധനം ലഭിക്കില്ല. കൂടാതെ 10 വർഷത്തിലധികം പഴക്കമുള്ള ഡീസൽ വാഹനങ്ങൾക്കും 15 വർഷത്തിലധികം പഴക്കമുള്ള പെട്രോൾ വാഹനങ്ങൾക്കും ഇന്ധനം നൽകുന്നതിൽ നിന്നും പമ്പുകളെ ഡൽഹി സർക്കാർ വിലക്കിയിട്ടുണ്ട്. നേരത്തെ തന്നെ 10 വർഷത്തിൽ കൂടുതൽ പഴക്കമുള്ള ഡീസൽ വാഹനങ്ങളും 15 വർഷത്തിൽ കൂടുതൽ പഴക്കമുള്ള പെട്രോൾ വാഹനങ്ങളും ഡൽഹി NCR പ്രദേശത്ത് ഉപയോഗിക്കുന്നതും വിലക്കിയിരുന്നു. ഇത് കൂടുതൽ കർശനമാക്കുന്നതിന്റെ ഭാഗമായാണ് ഏപ്രിൽ 1 മുതൽ പുതിയ നയം നിലവിൽ വരുന്നത്. പഴയ വാഹനങ്ങളും PUC ഇല്ലാത്ത വാഹനങ്ങളും തിരിച്ചറിയുന്നതിനുള്ള ഓട്ടോമാറ്റിക് നമ്പർ പ്ലേറ്റ് റെക്കഗ്നിഷൻ ഉപകരണങ്ങൾ പമ്പുകളിൽ സ്ഥാപിച്ചെന്നാണ് ഡൽഹി പെട്രോൾ ഡീലേഴ്സ് അസോസിയേഷൻ പറയുന്നത്. ഗതാഗത വകുപ്പിന്റെ ഡാറ്റാബേസുമായി ബന്ധിപ്പിച്ചിട്ടുള്ള ഈ സാങ്കേതിക വിദ്യ പെട്രോൾ പമ്പിലെ വാഹനത്തിന്റെ നമ്പർ പ്ലേറ്റ് വായിക്കുകയും അതിന്റെ കൊല്ലപ്പഴക്കം തിരിച്ചറിയുകയും ചെയ്യും. വാഹനം കാലഹരണപ്പെട്ടതാണെങ്കിൽ പെട്രോൾ പമ്പിൽ അലേർട്ട് ലഭിക്കും. ഇതോടൊപ്പം ഡൽഹി ഗതാഗത വകുപ്പിനും അറിയിപ്പ് അയക്കും. ഇതിന്റെ അടിസ്ഥാനത്തിൽ വാഹന ഉടമയ്ക്കെതിരെ വകുപ്പ് നടപടി ഉണ്ടാകുമെന്നാണ് സർക്കാർ അറിയിക്കുന്നത്. രാജ്യതലസ്ഥാനത്ത് വായു മലിനീകരണം രൂക്ഷമാവുകയാണ്. മലിനീകരണം കുറയ്ക്കുന്നതിനായി ഇതിനോടകം നിരവധി മാർഗങ്ങൾ അവലംബിച്ചു കഴിഞ്ഞെന്നും മുൻ വർഷത്തേക്കാൾ ഭേദപ്പെട്ട നിലയിലാണ് ഇപ്പോഴത്തേതെന്നും പരിസ്ഥിതി മന്ത്രി മജീന്ദർ സിംഗ് സിർസ പറഞ്ഞിരുന്നു. ദേശീയ തലസ്ഥാന പ്രദേശത്തെ മലിനീകരണം കുറയ്ക്കുക എന്നതാണ് സർക്കാരിന്റെ ലക്ഷ്യമെന്നാണ് സിർസ പറയുന്നത്. ശൈത്യകാലത്ത് രാജ്യത്തെ ഏറ്റവും മോശം വായുവാണ് ഡൽഹിയിൽ ഉണ്ടാകാറുള്ളത്. വായു ഗുണനിലവാരം ഉറപ്പാക്കാൻ സർക്കാരിന് ബാധ്യതയുണ്ടെന്ന് സുപ്രീം കോടതി ഉൾപ്പെടെ വ്യക്തമാക്കിയ സാഹചര്യത്തിലാണ് ഡൽഹി സർക്കാരിന്റെ പുതിയ നീക്കം.